بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا وقرة أعيننا محمد صلى الله عليه وعلى آله وصحابه والذين اتبعوهم بإحسان علينا وعلى مشايخنا وذوينا ومصنفي كتبنا وأحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم. ഇനി ബാബുൻ നജാസത്തിനെ മത്തിനുള്ളൂ. ഇസാലത്തിഹാന്ന് ഷറഹ. പക്ഷെ എൻ്റെ മത്തിനിൽ എന്താണ് ബാബുൻ നജാസത്തി ഇസാലത്തിഹ രണ്ടും കൂടി ഇസാലത്തിഹാന്ന് കഴിഞ്ഞിട്ടാണ് ബ്രാക്കറ്റ് അവസാനിക്കുന്നത്. അത് ശരിയാവില്ല. ബാബുൻ നജാസത്തി പിന്നെ ഹിയ എന്നാ. അപ്പൊ ഇസാലത്തിഹ എന്നുള്ളത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് കൂട്ടിയതായതുകൊണ്ടാണ് അവിടെ ഹാഷ്യക്കാര് ഫതർജമല ഷൈഅൻ വസാദ അലൈഹി. അപ്പൊ നജാസത്ത് വിശദീകരിക്കാൻ ആ ബാബ് പറഞ്ഞത്. അതിന്റെ ഇസാലത്ത് ഈ ബാബിൽ തന്നെ പറയുന്നുണ്ട്. അത് ആ തർജമ ചെയ്തതിനേക്കാൾ സിയാദത്താണ്. അത് നല്ലതാണല്ലോ. തർജമ ചെയ്തതിനേക്കാൾ കുറവ് വരരുത് എന്നേ ഉള്ളൂ, കൂടുന്ന നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ സിയാദത്തല്ല. കാരണം എന്താ, ഒരു വിഷയം പറയുമ്പോ അതിന്റെ മുത്തഅല്ലഖാത്തും ലവാസിമും ഒക്കെ പറയണ്ടേ, അതിൽ പെട്ടതാണ് ഇസാലത്ത്. അപ്പൊ സിയാദത്തല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി ഇസാലത്തിയാന്നുള്ള ഇബ്നു ഹജർ റഹിമഹുല്ലാഹിന്റെ ഷറഹിലുള്ളതാ. തുഹഫയാണ്, മിൻഹാജല്ല. ഇനി അയ്യില. അപ്പൊ ഈ ബാബുൻ നജാസത്തി എന്ന് പറഞ്ഞത് ഇവിടെ, അതായത് കുളിയും എന്നപോലെ ഒളുവും കുളിയും കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ കിതാബു തഹാറത്ത് തുടങ്ങിയ ആദ്യം വെള്ളം കൊണ്ടാണല്ലോ പറഞ്ഞ്, അതായത് മാവ് മുത്തലക്ക് ഷർത്തുണ്ട് തഹാറത്തിന് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി മാവിന്റെ മസലൊക്കെ പറഞ്ഞ്, പിന്നെ ഒളു പറഞ്ഞു, പിന്നെ കുളി പറഞ്ഞു, പിന്നെ നജാസത്ത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി തയമ്മം വരുന്നത്. ശരിക്കും തയമ്മം എന്ന് പറഞ്ഞത് ഈ കുളിന്റെയും പിന്നെ ഒളുവിന്റെയും പകരമാണല്ലോ. അപ്പൊ അത് രണ്ടിന്റെയും എന്താണ് ശേഷം തയമ്മം പറയലായിരുന്നു നല്ലത്. എന്നിട്ട് തയമ്മം കഴിഞ്ഞിട്ട് നജാസത്ത് പറയാ, അല്ലെങ്കിൽ എന്ത് ഒളുവിന്റെ മുമ്പ് തന്നെയാണ്ട് പറയാ. എന്നാലും എന്താണ് ഒളുവും കുളിയും കഴിഞ്ഞിട്ട് എന്ത് വരും, ഈ പറഞ്ഞ തയമ്മം വരുമല്ലോ, അതിന് പകരമായ തയമ്മം വരുമായിരുന്നല്ലോ. അപ്പൊ ഈ തയമ്മത്തിന് എന്താണ് ഒളുവിനെയും കുളിയിനെയും തൊട്ട് ഫസ്ല് ചെയ്തുകൊണ്ട് അതിന്റെ ഇടക്ക് കയറ്റിയിട്ട് ഈ നജാസത്ത് പറഞ്ഞതിനെ കുറിച്ചുള്ള എഴുത്തിറാളുണ്ട്. അതിന് മറുപടിയാണ് പറയുന്നത്. ഖീല കാന യംബഗി, എന്താണ് മുസന്നിഫിന് വേണ്ടതായിരുന്നു തഖീറാഹ. കാന യംബഗി തഖീറുഹ, മുസന്നിഫൊന്നുമില്ല. ഇതിനെ പിന്തിക്കലായിരുന്നു വേണ്ടിയിരുന്നത്. തഖീറുഹ എന്ന് പറഞ്ഞാൽ നജാസത്തിനെ, അതായത് നജാസത്തിന്റെ ബാബിനെ എന്തിനെ തൊട്ട് പിന്തിക്കലാ വേണ്ടിയിരുന്നത്? അതിന് തയമ്മുമി ശേഷമുള്ള തയമ്മം പറയുന്നത്, അതിന്റെ ശേഷം പറയേണ്ടിയിരുന്നത്. ലിഅന്നഹു ബദലുൻ അമ്മാ ഖബല, കാരണം തയമ്മം എന്ന് പറഞ്ഞത് ബദലാണ് അമ്മാ ഖബല, നജാസത്തിന് മുമ്പുള്ളതിനെ തൊട്ട്. അതിന് മുമ്പുള്ളത് എന്ന് പറഞ്ഞാൽ ഒളുവും കുളിയും. ലാ അൻഹ, ഈ നജാസത്തിനെ തൊട്ട് ബദലല്ലല്ലോ തയമ്മം. നജസ് കഴിയുന്നതിന് വേറെ അല്ലല്ലോ തയമ്മം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആവു തഖ്ദീമുഹ, അല്ലെങ്കിൽ നജാസത്തിനെ മുന്തിക്കണമായിരുന്നു. എന്തിനേക്കാൾ മുന്തിക്കണമായിരുന്നു? ഈ ഉളുവിനെയും കുളിയെയും തൊട്ട് മുന്തിക്കുക. അപ്പൊ എവിടെ പറയാ? അഖിബൽ മിയാഹി, വെള്ളത്തിന്റെ മസലയൊക്കെ പറഞ്ഞ ഉടനെ പറയലായിരുന്നു നല്ലത്, കുളീന്റെ മുമ്പായിരുന്നു നല്ലത്. അപ്പോ നേരത്തെ പറഞ്ഞ തയമ്മ ഇത് രണ്ടിന്റെ ശേഷം വരുമല്ലോ. വഖദി യുജാബ്, അതിനിങ്ങനെ മറുപടി പറയാം. ബിഅന്ന ലിഹാദസ്സനിയായി വജ്ഹൻ ഐലൻ. അപ്പൊ ആ പറഞ്ഞ കീലക്കാര് പറഞ്ഞത് ഒന്നീ മുന്തിക്കുക അല്ലേ പിന്തിക്കുക എന്ന് പറഞ്ഞതിന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് എന്താണ് അത് ശരിയായില്ല എന്ന് പറയുന്നില്ല. അത് പറഞ്ഞത് ന്യായം തന്നെയാണ്. രണ്ടു വജൂഹ്, ഒന്നീ മുമ്പോട്ട് അല്ലേ ശേഷം, അതൊരു ന്യായമാണ്. എന്നാൽ ഈ പറഞ്ഞതിന് ന്യായമുണ്ട്. അപ്പൊ പിന്നെ ഇത്രാത് പറയാനില്ലല്ലോ എന്ന്. ഈ പറഞ്ഞതിനൊരു ന്യായം ഉണ്ടായാൽ മതിയല്ലോ. ലിഹാദസ്സനി വജ്ഹൻ ഐലൻ, ആ കീലക്കാര് പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു വജൂഹുള്ള പോലെ ഇവിടെയുണ്ട്. വഹുവന്ന ഇസാലത്തഹ, നജസ് നീക്കല് ലമ്മാക്കാനത്ത് ഷർത്തൻ ലിൽ വുളൂഇ വൽ ഗുസ്ലി, വുളുവിന്റെയും കുളിയുടെയും ഷർത്താണ്. അലാമ മറ, അത് നേരത്തെ പറഞ്ഞതനുസരിച്ച് അതിന്റെ ഷർത്താണ്. വകാന ലാബുദ്ദ ഫി ബഅലിഹ,
എന്ന പോലെ ആ നജസിന്റെ ചിലതില് എന്താണ് അനിവാര്യമാണ് മിൻ തുറാബി തയമ്മുമി, തയമ്മത്തിന്റെ തുറാബും വേണം. ചിലതിൽ എന്ന് പറഞ്ഞാൽ മുഗല്ലദായ നജസ് നീക്കണമെങ്കിൽ തഅഫീറു ആണല്ലോ, അപ്പൊ ആ തുറാബിന്റെ തയമ്മത്തിന് മതിയാകുന്ന മണ്ണ് വേണം. കാനത്ത് ആഹിദത്തൻ തൊറഫം മിമ്മ ഖബ്ലഹ, അപ്പൊ നജാസത്ത് എന്തായി, അതിനു മുമ്പുള്ള ഒന്നിന്റെ ഒരു ഭാഗം സ്വീകരിച്ചു, മിമ്മ ബഅദ, അതിന്റെ ശേഷമുള്ള ഒരു ഭാഗവും സ്വീകരിച്ചു. ഫതവസ്സത്തത്ത് ബൈനഹുമാ, അപ്പൊ രണ്ടിന്റെ ഇടയിൽ വന്നു. ഇഷാറത്തൻ ലിദാലിക, ഇതിനു മുമ്പുള്ളതിനോടും ശേഷമുള്ളതിനോടും ബന്ധമുണ്ട് എന്നറിയിക്കാൻ. അപ്പൊ കുളിയുടെ ഒതുവിന്റെ ഷർത്തായി എന്ന് അറിഞ്ഞത് എങ്ങനെ? അവിടെ രണ്ട് കഴുകൽ വേണം എന്ന് റാഫി ഇമാം പറഞ്ഞല്ലോ. രണ്ട് കഴുകൽ വേണ്ട, ഒറ്റ കഴുകലായാലും മതി എന്ന് പറഞ്ഞ അനുസരിച്ചു. എന്താണ്, അതൊരു ഷർത്താണല്ലോ, അല്ലെ? അല്ല, ഇവര് പറയുന്ന റാഫി ഇമാമിന്റെ എന്താണ് തരീഖനുസരിച്ചായിരിക്കും പറഞ്ഞത്, റൈ അനുസരിച്ച. അത് മാത്രല്ല, മറ്റേ കഴുകൽ ഒന്ന് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഷർത്തല്ല എന്ന് പറയാൻ പറ്റുമോ? കഴുകലൊന്നു മതി, സംഗതി ഷർത്താണ്. പിന്നെ അവിടെ മഖ്സൂദ് ഹാസിലാകുന്നത് കൊണ്ടാണല്ലോ എന്ത് ചെയ്തത്, പിന്നെ അങ്ങനെ വന്നത്, മദീനുള്ളത് വന്നത്. പിന്നെ അപ്പൊ അതാ അലാമർറാന്ന് പറഞ്ഞ. പിന്നെ ലമ്മാക്കാനത്ത് വക്കാന ലാബുദ്ദ ഫി ബാലി, ആ കാനത്തിന്റെ മേൽ അത്വ, അപ്പൊ ലമ്മാക്കാന ലാബുദ്ദ ഫി ബാലി, ഇങ്ങനെ പറഞ്ഞു. അവിടെ ഇബ്നു ഖാസിം അതിനെക്കാട്ടിൽ നല്ലൊരു വജീഹ് പറഞ്ഞിട്ട് ഇത് ഗായത്തുൽ ഹുസ്നിലാണ് എന്ന് മൂപ്പര് അവസാനം പറഞ്ഞു. മൂപ്പര് പറഞ്ഞതിനെ കുറിച്ച് തന്നെ അത് വായിച്ചു നോക്കിയിട്ട് ഗായത്തുൽ ഹുസ്നായിട്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ അഖറത്താനിൽ വുളൂഇ വൽ ഗസ്ലി ഇശാറത്തൻ ഇലാ അന്നഹു ലാ യുസ്തറതു ഫീ സിഹത്തിഹിമാ തഖ്ദീമു ഇസാലത്തിഹ, അതായത് എന്താണ്, നജസ് നീക്കല് അതിനെ മുന്തിക്കൽ ഷർത്തില്ല, അതിന്റെ കൂടെ ആയാലും മതി. അന്നഹു യക്ഫി മുഖാറനത്തു ഇസാലത്തിഹ ലഹുമ, കണ്ടോ, ഒളുവും കുളിയും അതിന്റെ ഒപ്പം ചെയ്താലും മതി, മുമ്പ് വേണ്ട എന്നതറിയുക. ഖുദ്ദിമത്താലത്തൈമു ഇശാറത്തൻ ഇലാ അന്നഹു യുസ്തറതു ഫീ സിഹത്തിഹി തഖ്ദീമു ഇസാലത്തിഹ, കണ്ടോ, ആ തൈമം സഹിയാകണമെന്നുണ്ടെങ്കിൽ ആ തൈമത്തിന് മുമ്പ് ഈ നജസ് നീക്കണം. അപ്പൊ അത് എന്താണ്, ഫൽയുതഅമ്മൽ ഫഇന്നഹു ബി ഗായത്തിൽ ഹുസ്നി, അങ്ങനെ പല വജൂഹും പറയാം. ഏതായാലും ഹിയ, ഇനി ഏതാന്ന് നജസ് ഏതാന്നൊക്കെ പറയുന്നത്, ഹിയ നജാസത്ത് ഏതാണ്ട് കുല്ലു മുസ്കിരിൻ മാഇൻ എന്ന പോലെ, പിന്നെ കൽബുൻ, അങ്ങനെ കൽബുൻ ഖിൻസീറുൻ വ ഫറഉഹുമാ എന്നിങ്ങനെ പോകുന്നത്. അപ്പൊ ഏതാന്ന് എന്റെ അഫ്രാദുകൾ എണ്ണുക ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്ത് അതിന് മുമ്പ് ബിനോജർ റഹിമുള്ള അതിന്റെ മയന പറയുന്നു, ലുഗത്തനൽ മുസ്തഖ്ദറു, കണ്ടോ, മ്ലേച്ഛമായ ഏത് വസ്തുവും. മുസ്തഖ്ദർ എന്ന് പറയുമ്പോൾ നജസാകണമെന്നില്ല, അതിനേക്കാൾ അമ്മാണ്. കാരണം ബുസാഖ്, തുപ്പല്, മുഖാത്ത്, എന്താണ് കഫം, പിന്നെ മനിയ്യ്, ഈ പറഞ്ഞതെല്ലാം മുസ്തഖ്ദറായ സാധന. അപ്പോ പിന്നെ അത് അമ്മാണ്. ഷർഅൻ, ഷർഇല് നജാസത്ത് ബിൽ ഹദ്ദി, താരീഫ് കൊണ്ടിട്ട്, പിന്നെ വല്ല അദ്ദി ശേഷം പറയുന്നുണ്ട്, എണ്ണിയിട്ട് അഫ്രാദിനെ എണ്ണുമ്പോ ഏതൊക്കെയാന്ന് ശേഷം പറയുന്നുണ്ട്. അപ്പൊ ഈ താരീഫുള്ള നോക്കുമ്പോ മുസ്തഖ്ദറുൻ, അപ്പൊ അത് മത്തിൽ ഇങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ട് അവിടെ ബിൽ ഹദ്ദി എന്ന് പറഞ്ഞ് മുസ്തഖ്ദറുൻ. കാരണം എന്താ, ഷറയിൽ രണ്ട് നിലക്ക് പറയാം, താരീഫ് പറഞ്ഞിട്ട് കായികയായും പറയാം, ഇത് ഏതൊക്കെയാന്ന് എണ്ണി പറയലും പറ്റുമല്ലോ. മുസ്തഖ്ദർ യംനഉ സിഹത്ത സലാത്തി ഹൈസുല മുറഖിസ എന്ന, റുഖ്സ ഇല്ലാത്ത സമയത്ത് നിസ്കാരത്തിന്റെ സിഹത്തിനെ തടയുന്ന മുസ്തഖ്ദറാണ് ഷർഇല് എന്താണ് നജസ് എന്നതിന്റെ താരീഫ് എന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ അവിടെ ഹുക്കുമല്ലേ ഇത്, യംനഉ സിഹത്ത സലാത്തി എന്ന് പറഞ്ഞ താരീഫില് ഹുക്കുമ് പറഞ്ഞില്ല, അത് ശരിയായില്ലല്ലോ, ദൂറ് വരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഹദ്ദ് കൊണ്ട് ഉദ്ദേശം റസ്മാണ്, ഉസൂലിക്കാരുടെ അടുക്കലുള്ള ഹദ്ദാണ്, മനാത്തിക്കത്തിന്റെ അടുക്കലുള്ള ഹദ്ദല്ല എന്ന് മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വഹുദ്ദത്ത് ബിഗൈരി ദാലിക, ആ നജാസത്തിന് താരീഫ് പറയപ്പെട്ടിട്ടുണ്ട്, ബിഗൈരി ദാലിക ഇപ്പറഞ്ഞ താരീഫ് അല്ലാതെ വേറെയും പറഞ്ഞിട്ടുണ്ട്. വഖദ് ബസത്തുൽ കലാമ അലൈഹി, ആ പിന്നെ ഗൈറിന്റെ മേല്, ഇതല്ലാത്ത മറ്റു താരീഫിനെ കുറിച്ച് ഞാൻ ദീർഘമായി സംസാരിച്ചിട്ടുണ്ട്. ഫി ഷറഹിൽ ഉബാബില് ബിമാ ലാ യുസ്തഗ്ന അൻ മുറാജഅത്തിഹി, ആ കലാമ് എന്താണ് മുറാജഅത്തിനെ തൊട്ട് വനിയല്ലാത്തതാണ്, അത് നിർബന്ധമായും എന്താണ് മുറാജഅത്താക്കേണ്ടതാണ് എന്നർത്ഥം. അതിനാണ് അക്കിതാബില ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഇതിലിത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നത് എന്തിനാ, അത് നോക്കാൻ വേണ്ടിയാ. ലി കസറത്തി ഫവായിദിഹി, ലാ യുസ്തഗ്ന എന്ന് പറഞ്ഞ എന്താ, അത് ആ കലാമിൽ ഒരുപാട് ഫായിദ ഉണ്ട്. വൈസത്തി അക്സരിഹ, ആ ഫായിദകൾ അധികവും എന്താ അസീസായ ഫായിദയാണ്.
അസീസായ വളരെ എന്താണ് അസുലഭമായ ഫായിദയാണ് അസീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സുലഭമായതല്ല. പിന്നെ വബിൽ അദ്ദി, അദ് കൊണ്ടിട്ട് എന്ത് ഷർഅയിൽ അതിന്റെ മാന ഷർഅൻ ബിൽ ഹദ്ദി നേരത്തെ പറഞ്ഞു, വബിൽ അദ്ദി എണ്ണി പറയുമ്പോ. എന്നിട്ട് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് പറയാം വസലക്കഹു മുസന്നിഫ് പ്രവേശിച്ചു, എവിടെ ആ അദ്ദിന്റെ മാർഗത്തിൽ പ്രവേശിച്ചു. സലക്കഹു എന്ന് പറഞ്ഞാൽ അദ് എണ്ണി പറയുന്ന മാർഗം സ്വീകരിച്ചു. ലി സുഹൂലത്തി മഅരിഫത്തിഹ, നജാസത്ത് അറിയുന്നതിന് എളുപ്പമാണ്. ബിഹി അതുകൊണ്ട് അറിയൽ എളുപ്പമാണ്, അതുകൊണ്ടാണത്. ഓ ഇഷാറത്തൻ ഇല അന്നൽ അസ്ല, കായിദ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കായിദ ഇതിൽ തത്ബീഖാക്കുവോ ആകുവോ, ആയെങ്കിൽ ഇത് നേസാണല്ലോ അല്ലെങ്കിൽ ഇത് നേസല്ലല്ലോ എന്ന് പറഞ്ഞാൽ ശക്കും തറദ്ദുദും അതും ഇതെല്ലാം പിന്നെയും വരും. അപ്പൊ എണ്ണിയങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളാണ് നായയാണ് എന്ത് ഇത് എണ്ണിയങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും എന്ത് അവസരം ഉണ്ടാവില്ലല്ലോ. ഓ ഇഷാറത്തൻ ഇതും ആണ് അതിന് കാരണം. ലി സുഹൂലത്തി എന്ന് പറഞ്ഞതിന്റെ മേലത്തുവ ഇഷാറത്തൻ ഇല അന്നൽ അസ്ലഫില്ല അയ്യാനി തഹാറത്തു, അയ്യാനികളുടെ ഒക്കെ അസല് തഹാറത്ത്, എല്ലാ വസ്തുക്കളിലെ അസല് തഹാറത്ത. ലി അന്നഹ ഖുലിഖത്ത് ലി മനാഫിഇൽ ഇബാദി, കാരണം എന്താണ് അത് സൃഷ്ടിക്കപ്പെട്ടത്, വസ്തുക്കളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് ഇബാദിന്റെ മനാഫികൾക്ക് വേണ്ടിയാണല്ലോ. അപ്പോ എല്ലാ വസ്തുക്കളുടെയും എന്ത് അസല് എന്ന് പറയുമ്പോ നായം പന്നിയൊക്കെ എന്ന് പറയുന്ന പോലെ ഈ ശേഷം പറയുന്ന മുസ്കിറും അതൊക്കെ എന്ന് പറഞ്ഞാല് മൊത്തത്തില് ഫിൽ ജുംല എന്താണ് താഹിറായിരിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് ഇസ്തിസ്ന ചെയ്ത ചില വസ്തുക്കളുണ്ട്, അത് നജസാണ്. അപ്പൊ നജാസത്ത് എന്ന് പറഞ്ഞത് ആരിലാണ് എന്നർത്ഥം, അസിലോ അത് തഹാറത്ത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അഗ്ലബുൽ അഷിയാവും താഹിറായത്. ലി അന്നഹ ഖുലിഖത്ത് ലി മനാഫിഇൽ ഇബാദി ഖലഖലക്കും മാ ഫിൽ അർളി ജമിഅ എന്ന് പറഞ്ഞില്ലേ. ഇന്നമാ തഹ്സുലു, ആ മനാഫികൾ ഹാസിലാകല് അല്ലെങ്കിൽ ഔ തക്മുലു, അത് പൂർത്തിയാകല്. ആ മംഫഅത്തുകൾ ഉണ്ടാകണമെങ്കിൽ തന്നെ താഹിറാകണം. ചിലപ്പോൾ പൂർത്തിയാകാൻ എന്താകും താഹിറാകണം, രണ്ടാലൊന്നും വേണം. വിത്തഹാറത്തി, ചിലതൊക്കെ ഹാസിലാകണമെങ്കിൽ താഹിറായെങ്കിലേ പറ്റുള്ളൂ, ചിലതൊക്കെ ഹാസിലാവും അതിന്റെ പൂർണ്ണത ഉണ്ടാവില്ല, അത് തഹാറത്തുകൊണ്ടേ ഉണ്ടാവുള്ളൂ. വൈല അന്ന, അപ്പൊ അതിലേക്ക് സൂചനയാണ്, പിന്നൊന്നിലേക്കും സൂചനയുണ്ട്. ഇഷാറത്തൻ ഇലാ അന്നൽ അസ്ല, അതിന്റെ മേൽ എത്തുവാണ് ഇലാ അന്ന മാദക്കറഹു, മുസന്നിഫ് പറയാത്ത ഒന്ന്. വ നഹ്വിഹി, മാദക്കറഹുന്റെ മേൽ എത്തുക. അപ്പൊ മാദാ നഹ്വിഹി, പറഞ്ഞതും പറഞ്ഞതുപോലത്തതല്ലാത്തതും താഹിറുൻ, താഹിറാണ്. അപ്പൊ പറഞ്ഞതുപോലത്തതല്ലാത്തതും താഹിറ എന്ന് പറഞ്ഞപ്പോ എന്ത് മനസ്സിലായി? മുസന്നിഫ് ഇപ്പൊ നജസ് മുഴുവൻ എണ്ണി പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി. എല്ലാം പറഞ്ഞെങ്കിൽ പിന്നെ പറഞ്ഞതല്ലാത്ത താഹിർ എന്ന് വെച്ചാൽ മതിയല്ലോ. അപ്പൊ ചിലതെന്ത് മുസന്നിഫ് മിന്നാജില് പറഞ്ഞിട്ടില്ല. പിന്നെ കുല്ലു മുസ്കിരിൻ, വഹിയ കുല്ലു മുസ്കിരിൻ മാഇഇൻ എന്നാണ്. കുല്ലു മുസ്കിരിൻ എന്ന് പറഞ്ഞാൽ ഈ സാലിഹിൻ ലിൽ ഇസ്കാർ ഫദഖലത്തിൽ ഖുത്രത്തു മിനൽ മുസ്കിരി, അത് സലാഹി ഇസ്കാലിൻ, ഇസ്കാറിന്റെ സലാഹിയത്തുള്ളത് എന്നാണ്. സാലിഹിൻ ലിൽ ഇസ്കാർ, സലാഹിയത്ത് എന്ന് പറഞ്ഞാൽ ഗുണം എന്നല്ലേ. അപ്പോ ഈ മുസ്കിറായ വസ്തുവിൽ എന്ത് ഘടകമാണോ ഇസ്കാർ ഉണ്ടാക്കുന്നത്, ആ ഘടകമുള്ള വസ്തു, അതായത് രസതന്ത്രത്തില് അങ്ങനെ എന്താണ് ഇതിനെ വർഗീകരിക്കുമല്ലോ. ഒരു സാധനം കിട്ടിയാൽ അതിൽ ഇന്നത് ഇന്ന എന്താണ് പിന്നെ സാധനം അതിന്ന ഗുണമുള്ളത്, മറ്റേത് ഇന്നത് ഉണ്ടാക്കുന്നത്, മറ്റേ ഇന്നത് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ. അപ്പൊ അതാണ് ആ സാലിഹിൻ ലിൽ ഇസ്കാർ എന്ന് പറഞ്ഞത്. ഫദഖലത്തിൽ ഖുത്രത്തു മിനൽ മുസ്കിരി, അപ്പൊ മുസ്കിറിന്ന് ഒരു ഖുത്രത്തും വിട്ടു, ഒരു തുള്ളി. കാരണം എന്താ, ഒരു തുള്ളി കുടിച്ചാൽ ഒരു തുള്ളി നാക്കല് ചിലപ്പോ എന്ത് നാക്കാനേ തന്നെ ഉണ്ടാവുള്ളൂ, ഉള്ളിലേക്ക് ഇറങ്ങാൻ തന്നെ ഉണ്ടാവില്ല. പക്ഷെ സംഗതിനായ എന്തുകൊണ്ടാ ഈ സലാഹിയത്തുണ്ട് എന്നാ. അവിടെ എന്താണ് ലമീമത്ത്, അതിന്റെ കൂടെ വേറൊന്ന് കൂടിയെങ്കിൽ എന്നൊക്കെ ആശയക്കാർ പറയുന്നുണ്ട്. അങ്ങനല്ല, വേറെ കൂടുകയില്ല എന്നുള്ളതൊന്നല്ല. സാലിഹിൽ ഇസ്കാർ എന്ന് പറഞ്ഞാൽ സ്വലാഹിയത്ത് എന്ന് പറഞ്ഞല്ലോ, അത് ഈ കുത്തറത്തിലുണ്ട്. അപ്പൊ അത് നജസാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലാതെ ആ ഒരു കുത്തറത്തായി നിലനിൽക്കുമ്പോ ഇസ്കാർ ഉണ്ടാക്കും എന്നല്ല ആ പറയുന്നതിന്റെ അർത്ഥം. അതിനാ ഗുണമുണ്ട്. അപ്പൊ ആ ഗുണമുള്ളത് കൊണ്ട് എന്താണ് അത് മുസ്കിറാണ്. അപ്പൊ അതിന്റെ കൂടെ വേറെ കൂടണം എന്ന് പറഞ്ഞാലോ, ആ വേറെ കൂടുക എന്ന് പറഞ്ഞാല് കുടിച്ചാല് മുസ്കിറാകണം എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു ഗ്ലാസ് ഒന്നും കുടിച്ചാല് ആ കള്ളുടിയന്മാര് അവരുടെ അതിന്റെ അളവൊക്കെ വേറെ പറയും. നമുക്ക് ഗ്ലാസ് എന്ന് പറയാന്നല്ലാണ്ട് അവരുടെ ഇസ്തിലാമൊന്നും അറിയില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, ഒരു ഗ്ലാസ് അല്ലെ 1/2 ലിറ്റർ ഒന്നും കുടിച്ചാല് ചിലർക്കൊന്നും ഇസ്കാറാവൂല.
കാരണം ഇത് കുടിച്ച് മരവിച്ചിട്ടുണ്ടാവും, അപ്പോൾ ഇസ്കാറാവില്ല. ചിലർക്ക് ഒരല്പം ഈ കുടിച്ചു തുടങ്ങുന്നവർക്കൊക്കെ ആകുമ്പോൾ കുറച്ച് അളവ് കുടിച്ചാൽ തന്നെ എന്താവും, മുസ്കിറാകുകയും ചെയ്യും. അപ്പോൾ കുടിച്ചു തുടങ്ങുന്നവരൊക്കെ വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചിട്ടൊക്കെയാണ് കുടിക്കുക. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ഇപ്പൊ ദഹലത്തിൽ കുത്തറത്തു മിനൽ മുസ്കിരി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാ. ഉരീദ ബിഹി ഹുന, ഇവിടെയാണ് എന്ത് വേറൊരു വിഷയമുള്ളത്. അതായത് ഈ ആൽക്കഹോള് നജസാണോ അല്ലേ എന്നുള്ളത്. ആൽക്കഹോള് എന്ന് പറയുന്നത് ഈ ഹംറ് എന്ന് പറഞ്ഞതിന്റെ രാസനാമാണ്. അത് രണ്ടിനുണ്ട്, ഈതയിൽ ആൽക്കഹോളും മീതയിൽ ആൽക്കഹോളും. അതിലൊന്ന് കഠിന വിഷമാണ്. വിഷാണെന്ന് പറഞ്ഞാൽ ഇസ്കാർ ഇല്ലാത്ത വിഷം എന്നല്ല, ഇസ്കാർ ഉള്ളതിന് പുറമെ വിഷവും കൂടിയാണ് എന്നാണ് അതിനെക്കുറിച്ചും പഠിച്ചപ്പോൾ മനസ്സിലായത്. ഇസ്കാറും ഉണ്ട് എന്ന പോലെ വിഷമുണ്ട്. അതാണ് ഈ മദ്യനിരോധനം നടക്കുന്ന സമയത്ത് മദ്യ ദുരന്തം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? അതായത് മദ്യനിരോധനം എന്ന് പറഞ്ഞത് ഇതിൽ ഈതയിൽ ആൽക്കഹോളാണ് എൻ്റെ ഓർമ്മ. ആ ഈതയിൽ ആൽക്കഹോളാണ് മുസ്കിറ മാത്രമായ സാധനം, അതിൽ സുമ്മില്ല. അപ്പൊ ഇത് ലഭ്യമല്ലാതിരിക്കുമ്പോൾ ഇവര് ജനങ്ങൾ എന്ത് ചെയ്യും, മറ്റേ മീതയിൽ ആൽക്കഹോള് അത് സുമ്മും കൂടിയാണല്ലോ, അത് വാങ്ങിക്കഴിക്കും. അത് വാങ്ങിക്കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് നേർപ്പിക്കണം, വെള്ളം കൂട്ടി നേർപ്പിക്കണം. എന്നാൽ ഈ വിഷാംശം കുറച്ച് ലഘുവാകുമല്ലോ, അപ്പോൾ ഇസ്കാർ കിട്ടും, വിഷം വല്ലാതെ ബാധിക്കുകയില്ല. ഇത് നേർത്തിട്ടുണ്ടാവില്ല, അപ്പം എന്താവും, മദ്യദുരന്തമുണ്ടാവും, ആൾക്കാർ മരിച്ചു പോകും. അങ്ങനെ ഇത് ഇസ്കാർ കിട്ടുന്നില്ലെങ്കിൽ ഇവര് ഇതിന് പകരം മറ്റേത് ഉപയോഗിക്കൂലല്ലോ. അതെ, വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി അതിന്റെ ലൈസൻസ് കിട്ടുകയും ചെയ്യും. മദ്യനിരോധനം ഉണ്ടായാലും മറ്റേത് വ്യവസായ പല സാധനത്തിലും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ അത് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്ത് ആൽക്കഹോളാണെങ്കിലും അതിന്റെ ഇത് വിശദമായി ഞാൻ രാസ നാമവും അതിന്റെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് എന്റെ ഫത്ഹുൽ മുഈൻ ദർസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം കേൾക്കുക. അപ്പൊ ഈ സാനിറ്റൈസർ വന്നപ്പോൾ ചർച്ച ഉണ്ടായിരുന്നു. അത് അതിൽ ആൽക്കഹോളുള്ള സാനിറ്റൈസറാണ് പൊതുവെ ഉണ്ടായിരുന്നത്, നേസാണോ അല്ലേ? അപ്പൊ ഞാനത് നേസാന്ന് പണ്ട് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ ആ ഭാഗം വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, അന്ന് ഞാൻ ആ ഭാഗം മാത്രമല്ല സാനിറ്റൈസറിന്റെ കാര്യം, ആൽക്കഹോൾ നേസാണ് എന്നുള്ള ആ ക്ലാസ് പലർക്കും എന്ത് ചെയ്തു, അയച്ചു കൊടുത്തു. അപ്പോൾ മീഞ്ചന്ത കോളേജിലെ ഗവൺമെന്റ് കോളേജിലെ രസതന്ത്രം പ്രൊഫസർ, അയാള് ഇത് മൂല്യമാർക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ അന്ന് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച ഒരു വോയിസ് എനിക്ക് ഒരാൾ അയച്ചെന്നാ. അപ്പം ഞാനിത് തിരിച്ചയച്ചു കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ഉസ്താദ് പറഞ്ഞ കൃത്യമാണ് എന്ന് പറഞ്ഞാല് അവർക്കെന്തില്ല, ഈ സാലിഹിൽ ഇസ്കാറായ സാധനം നജസാന്ന് അവർക്കറിയില്ല. അവര് നോക്കുമ്പോ ഈ കുറഞ്ഞ അളവാകുമ്പോ ഇസ്കാർ ഉണ്ടാവില്ലല്ലോ എന്നത് നോക്കിയിട്ട് അത് നജസല്ല എന്ന് പറയുന്നത്. അത് സ്പ്രേ ചേർക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ. ഞാനത് ഇവിടുത്തെ ആർട്സ് കോളേജ് പ്രിൻസിപ്പാള് ഫറോക്കിലുള്ള അദ്ദേഹം ഈ കെമിസ്ട്രി ആളാ. അപ്പൊ ഞാൻ ഒപ്പരോട് ഈ വിഷയം ചോദിച്ചപ്പോ പറഞ്ഞ് അത് സാനിറ്റൈസർ നേസല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച് ഈ അതിൽ ആൽക്കഹോള് കുറഞ്ഞ അളവിലായതുകൊണ്ടല്ലേ നിങ്ങൾ നേസല്ല എന്ന് പറഞ്ഞു. അതിൽ കുറച്ചുകൂടെ കൂടിയാൽ ഇസ്കാർ ഉണ്ടാവൂലേ എന്ന് ചോദിച്ചു. അതുണ്ടാവും എന്ന് പറഞ്ഞു എന്നോട്. അതന്നെ ഈ പറയുന്ന സാലിഹിൽ ഇസ്കാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാ. അതായത് ആ ഗുണം ഉണ്ടായിരിക്കുക. അപ്പൊ കുറഞ്ഞതും നജസാണ്. അപ്പൊ കുറച്ചധികം വേണ്ടി വരും ഹഖീഖത്തൻ ഇസ്കാർ ഉണ്ടാകണമെങ്കിൽ. അപ്പൊ ഫത്ഹുൽ മുഈനിൽ ആ ക്ലാസ് കേൾക്കുക. ഉരീദ ബിഹി ഹുന മുത്ലഖുൽ മുഗത്തി ലിൽഅഖലി ലാ ദുശ്ശിദ്ദത്തിൽ മുത്തരിബത്തി വഇല്ല ലം യഹ്തജ് ലിഖൗലിഹി മാഇൻ. കുല്ലു മുസ്കിരിൻ എന്ന് പറയുമ്പോൾ മുസ്കിറായ മാഇൻ ജാമിദു എല്ലാം പെട്ടു. അപ്പൊ എന്ത് ചെയ്തു, അത് മുഖത്തിൽ ലിൽഅഖൽ എന്നാണ് അതിന്റെ അർത്ഥം. ഷിദ്ദത്തും മുത്തരിബത്തുള്ളതല്ലാന്ന്. കാരണം എന്താ, ഷിദ്ദത്തും മുത്തരിബത്തുള്ളത് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ആവുള്ളൂ. മുഖത്തിൽ ലിൽഅഖൽ എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നൊക്കെ അതിൽ പെട്ടു. പിന്നെ ഇസ്കാർ ഉണ്ടാകുന്ന ജാമിദായ വസ്തുക്കളെല്ലാം അതിൽ പെട്ടു. ഇസ്കാർ ഉണ്ടാക്കുന്ന ശേഷം പറയുന്ന മയക്കുമരുന്നുകളുണ്ടല്ലോ, അഫ്യൂന്, ഹഷീഷ് എന്നൊക്കെ പറയുന്ന ബഞ്ച്, ഇതെല്ലാം അതിൽ പെട്ടു. അപ്പൊ അതിനെത്തൊട്ടൊക്കെ ഇഹ്തിറാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കണം, നജാസത്താണല്ലോ പറയുന്നത്. അത് നജസല്ല, താഹിറാണ്. എന്നോട് മുസ്കിറാണ്, അതിന്റെ ഉപയോഗം ഹറാമാണ്, അത് വേറെ വിഷയം. അപ്പൊ ഷിദ്ദത്ത് മുത്തരിബത്ത് എന്ന് പറയുന്നതും ഇസ്കാർ എന്ന് പറഞ്ഞാൽ ലാസിമാണ്. എന്താണ് ഈ ഷിദ്ദത്ത് മുത്തരിബത്ത് എന്ന് പറയുന്നത്? ഷിദ്ദത്ത് എന്ന് പറഞ്ഞാല് കാഠിന്യം എന്നാണല്ലോ. അസില് യഥാർത്ഥത്തിൽ ഇത് ഈ കള്ളുണ്ടാക്കുക, ഹംറ് എന്ന് പറഞ്ഞത് മുന്തിരി പോലത്തെ അല്ലെങ്കിൽ ആപ്പിള് അല്ലെങ്കിൽ അങ്ങനത്തെ പോലത്തെ ഈത്തപ്പഴം, ഗോതമ്പ്, ഇതിന്റെയൊക്കെ നീരെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഈ പറങ്കിമാവുണ്ടല്ലോ, കശുവണ്ടി,
അതിന്റെ പഴം പിഴിഞ്ഞ ഇത് നീര്, ഇതൊക്കെ ഇങ്ങനെ വെച്ചിരുന്ന് എന്താണ് അതിന് ഇങ്ങനെ വെച്ചിരിക്കുമ്പോ കുറച്ച് ദിവസങ്ങൾ, അതിന് നിശ്ചയ ദിവസങ്ങളുണ്ട് അല്ലെ, നിശ്ചയ സമയങ്ങളുണ്ട്. ആ സമയം കഴിയുമ്പോൾ അതിലെന്ത് ചെയ്യും, ചില രാസപ്രവർത്തനങ്ങൾ നടന്നിട്ട് ഒരു പിരിമുറുക്കുണ്ടാവും. അതാണ് ഷിദ്ദത്ത്, അതിന്റെ കാഠിന്യം. അപ്പൊ അതിന് മുമ്പ് നേർത്തതായിരിക്കും ഇപ്പൊ എന്താണ് ഒരു കാഠിന്യം വന്നിട്ടുണ്ടാവും. ഏതുപോലെന്ന് വെച്ചാല് പാല് ഇത് വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൽ ചില രാസപ്രവർത്തനങ്ങൾ നടന്നിട്ടാണല്ലോ അതിന് കട്ടി കൂടി വരുന്നത്. എന്നിട്ട് പിന്നീട് എന്തായി, അതിലേക്ക് ഒരു ലേശം തൈരിന്റെ അംശം ഒഴിച്ചു കൊടുത്താൽ അത് തൈരും ആയി മറിഞ്ഞു വരും, ഇല്ലാന്നുണ്ടെങ്കിൽ ചീത്തയായി പോവും. അപ്പൊ എങ്ങനെയായാലും ഒരു മാറ്റം വരുന്ന അതുപോലെ, അതിന്റെ നെളീർ അതുപോലെ. അപ്പൊ ഈ ഷിദ്ദത്ത് ഒരു ഗൗരവം കൂടും അതാണ് ആ ഷിദ്ദത്ത് കൂവത്ത് എന്നൊക്കെ പറഞ്ഞ്. മുത്തിരിബത്ത് എന്ന് പറഞ്ഞാൽ തൊറബുണ്ടാക്കുന്നത്, അത് ആനന്ദം ഉണ്ടാക്കുന്നത്. എന്തിനാ ആനന്ദം ഉണ്ടാക്കുന്നത്? ബുദ്ധിക്ക് ആനന്ദം ഉണ്ടാക്കുന്നത്. അത് ആ ആനന്ദത്തിന് വേണ്ടിയാണ് ഈ കള്ളുഴിയന്മാരൊക്കെ മദ്യപാനികളൊക്കെ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊരു ഇളക്കാണ്. അത് തൊറബ് എന്ന് പറഞ്ഞത് ഒരു ബുദ്ധിക്കുണ്ടാകുന്ന ഒരു ചാഞ്ചാട്ടം. അതാണ് ഈ മുത്തരിബത്ത്, ഈ തൊറബ് എന്ന് പറയുന്നത്. തൊറബ് എന്ന് പറഞ്ഞത് ഹിഫത്തുൻ വ ഹസ്സത്തുൻ തുസീറുൻ നഫ്സ എന്ന് പറഞ്ഞത്. ഒരു ഹിഫത്ത് ആണ് എന്നതോടുകൂടെ ഒരു ഹസ്സത്ത് ഇളക്കുന്നല്ലേ, തുസീറുൻ നഫ്സ, മനസ്സിനെന്താണ് ഇളക്കുന്ന, ലി ഫറഹിൻ ഔ ഹുസ്നിൻ ഔ ഇർത്തിയാഹിൻ, ആനന്ദം അല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ സന്തോഷം, ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന ഒരിളക്കം. അതാണ് ഈ ശുദ്ധത്വം മുത്തരിബത്ത്. ഹനഫിയത്ത് പറയുന്നത് ഈ ശുദ്ധത്വം മുത്തരിബത്ത് ഉണ്ടാകുമ്പോ അതിൽ പതയുണ്ടാകുമെന്നാണ്. അതിങ്ങനെ പതഞ്ഞു പൊങ്ങും. ഇങ്ങനെ മുന്തിരി ചാറ് പിടിച്ച് പിന്നെ ജ്യൂസ് അടിച്ച് അവിടെ വെച്ചിരുന്നു കഴിഞ്ഞാല് ഈ സമയത്തിക്കഴിഞ്ഞാൽ അത് പതഞ്ഞ് ഇങ്ങനെ പൊങ്ങും. അത് രാസപ്രവർത്തനത്തിന്റെ ഭാഗം. അതായത് ഈ ശുദ്ധത്വം മുത്തരിബത്ത് ഉണ്ടായി എന്നുള്ളതിന്റെ അലാമത്താണ്. പിന്നെ അത് വെച്ച് കഴിയുന്നുണ്ടെ പിന്നെ നേർക്കും. അപ്പോഴാണ് സുർക്കയാകുക. സുർക്ക ഈ മദ്യത്തിൽ നിന്നേക്കാൾ സാന്ദ്രത കുറഞ്ഞത് നേർത്തതുവാ. ഇത് സാന്ദ്രത കൂടിയതാണ്. അതിനൊരു കട്ടി ഉണ്ടാവും. അത് കട്ടി എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലെ വെള്ളം, കിണറ്റിലെ വെള്ളം ചില പ്രദേശത്ത് ഒരു കട്ടിയുള്ള വെള്ളമായിരിക്കും, ചില പ്രദേശത്ത് നേർത്ത നല്ല ലോലമായ വെള്ളമായിരിക്കും എന്ന പോലുള്ള വ്യത്യാസമാണ് പറയുന്നത്. പിന്നെ അതാണ് ശുദ്ധത്വം മുത്തരിബത്ത്, ആനന്ദം ഉണ്ടാക്കുന്ന ഒരു കാഠിന്യം. ഇതിന്റെ അതാണ് അത് ഇസ്കാറിന് ലാസിമാണ്. ഇസ്കാർ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്കാർ എന്ന് പറഞ്ഞാല് ബുദ്ധിയുടെ തമ്മീസ് നീങ്ങുക എന്നതിന് കാരണമാണ് ബിൽ ഇസ്കാരി എന്ന് പറഞ്ഞത്. നമ്മൾ ഒളു മുറിയുന്നിടത്ത് പറഞ്ഞല്ലോ. അപ്പൊ തമ്മീസ് നീങ്ങുക, തമ്മീസ് നീങ്ങിയാല് മുമയ്യിസ് ഇല്ലാത്ത കുട്ടിയുടെ അവസ്ഥ വരിക. അപ്പൊ കുട്ടിയുടെ കയ്യിൽ ബിസ്ക്കറ്റ് കൊടുത്താലും ഒരു കല്ല് കൊടുത്താലും രണ്ടും വായിലിടും. കാരണം ഇത് ബിസ്ക്കറ്റ് തിന്നണ്ട്, മറ്റേ തിന്നണ്ടാത്തതെന്ന് തമ്മീസ് ഇല്ല. അതുപോലെ ഈ പ്രായാധിക്യത്തിൽ ഈ ചന്നിരോഗം എന്നൊക്കെ പറയുന്ന തമ്മീസ് പോകുന്ന അറുതലുൽ ഉമറിന്റെ ഹാലുണ്ട്. അവരുടെ കയ്യിൽ എന്ത് കൈ കൊടുത്താലും വായിലിടുന്നൊരവസ്ഥ. ഈ കൈ കൊടുത്തത് ചരടാണോ അല്ല പൈസയാണോ നോട്ടാണോ ഇതൊന്നും അറിയില്ല. അത് കൊടുത്താലും അല്ല വേറെന്തോ തിന്നാൻ കൊടുത്താലും അവൻ വായിലിടും. അത് തമ്മീസില്ല എന്ന് പറഞ്ഞു. ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാത്ത അവസ്ഥ എന്നൊക്കെ കിതാബിൽ കാണാം. ആണിനെ കണ്ടാലും പെണ്ണിനെ കണ്ടാലും ആണോ പെണ്ണാന്ന് തിരിയില്ല. മനുഷ്യനാണോ പോസ്റ്റാണോ ഇലക്ട്രിക് പോസ്റ്റാണോ എന്നുള്ളത് തിരിയാത്തോണ്ടാണല്ലോ ഇലക്ട്രിക് പോസ്റ്റിനോട് പോയി വർത്താനം പറയുന്നത്. അങ്ങനെ ഈ കള്ള് മദ്യ ഉള്ളിൽ ചെന്ന എല്ലാവർക്കും ഇസ്കാർ ഉണ്ടാവില്ല കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഗ്ലാസ് കുടിച്ചാലൊന്നും ഇസ്കാർ ഇല്ലാത്തവരുണ്ടാവും. പിന്നെ ഇസ്കാർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇസ്കാർ എന്ന് പറഞ്ഞതാണ്. അപ്പൊ അത് ഈ ശുദ്ധത്വം മുത്തരിബത്ത് ഉണ്ടാകുമ്പോഴാണ് ഇസ്കാർ ഉണ്ടാകുന്നത്. ഇല്ല അങ്ങനെ ശുദ്ധത്വം മുത്തരിബത്ത് എന്നതാണ് അതിന്റെ ഉദ്ദേശമെങ്കിൽ ലമ്യാഹത്തജില് കൗലി മാഇൻ എന്ന കൗലിലേക്ക് ആവശ്യം വരൂല. കാരണം ശുദ്ധത്വം മുത്തരിബത്തുള്ളത് മാഇ ആവുള്ളൂ. അതിങ്ങനെ നീരായതിൽ ഉണ്ടാകുന്ന ശുദ്ധത്താണല്ലോ. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഖംറിൻ ബിസായിരി അൻവായ, ഖംറിന്റെ എല്ലാ ഇനങ്ങളും. അതിങ്ങനെ എല്ലാ ഇനങ്ങളും എന്ന് പറഞ്ഞാൽ അതിന് മുസല്ലസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇതിങ്ങനെ വറ്റിച്ചു മൂന്നിലൊന്നാക്കിയത്. ഈ ആയുർവേദ ചില മരുന്നുകളുണ്ടല്ലോ 101 ആവർത്തിച്ചത് എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാല് 101 തവണ. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല. പഴയ കാലത്ത് എന്ത് ചെയ്യും, അത് വറ്റിച്ച് വീണ്ടും വറ്റിച്ച് 101 തവണ എന്ത് ചെയ്യും, അങ്ങനെ ചൂടാക്കി വറ്റിക്കുക എന്ന് പറഞ്ഞ പണി എടുക്കുക. അതാ 101 ആവർത്തിച്ചെന്നറിയാം. എന്ന പോലെ ഈ കള്ള് പല ഇനമുണ്ട്, മുസല്ലസ് അല്ലാത്തതെന്നൊക്കെ ഉണ്ട്. പിന്നെ വഹിയൽ മുത്തഹദത്തു മിനൽ ഇനബി, ഇനബിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഖംറ് എന്ന് പറഞ്ഞത്. വനബീദിൻ അല്ല നബീദിൻ ഖംറിൻ വനബീദിൻ. നബീദ് എന്ന് പറഞ്ഞത് വഹിയൽ മുത്തഹദു മിൻ ഗൈരിഹി, ആ ഇനബല്ലാത്ത മുന്തിരി അല്ലാത്ത ഓറഞ്ചായാലും നമ്മളെ കശുമാ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ എന്ത് സാധനമാണെങ്കിലും. ഇപ്പൊ പിന്നെ ചിലർ ആൽക്കഹോൾ നേസല്ല എന്ന് പറയുന്നതിന് കാരണം പറയുന്നത് ഇലയിൽ നിന്ന് എടുക്കുന്നതാണ്, മരത്തിന്റെ തൊലിയിൽ നിന്ന് എടുക്കുന്നതാണെന്നൊക്കെയാ. എന്തെന്നെടുത്താലും വേണ്ടിയില്ല ഈ നബീദ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും. കാരണം എന്താ, ഗൈറുൽ ഇനബ് എന്ന് പറഞ്ഞാൽ ആമല്ലേ.
അത് പഴയകാലത്തുണ്ടായിരുന്നു. ചില മരങ്ങളുടെ എന്താണ് ആ ഇല പിഴിഞ്ഞെടുക്കല്, തോല് പിഴിഞ്ഞിട്ട് കള്ളുണ്ടാക്കലൊക്കെ പഴയകാലത്തുണ്ടായിരുന്നു. പിന്നെ ലി അന്നഹു തആല സമ്മാഹ, അപ്പൊ മുസ്കിറുമായി നജസ എന്നുള്ളതിന്റെ തെളിവ് പറയുന്നില്ല. അന്നഹു തആല സമ്മാഹ റിജ്സൻ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. റിജ്സ് എന്നല്ല പറഞ്ഞില്ലേ? വഹുവ ശർഅൻ, റിജ്സ് ശർഇൽ നജസാണ്. വലാ യൽസം മിന്നു നജാസത്തു മാ ബഅദ. അങ്ങനെ ആവുമ്പോ അതിന്റെ ശേഷം പറഞ്ഞ എന്താ? ഖംർ, മൈസിർ, അൻസാബ്, അസ്ലാം ഇതെല്ലാം നജസാന്ന് വരണ്ടേ? അത് വരൂല. അതിന് 2-3 തെവീലുണ്ട്. കാരണം എന്താ? അന്നർ റിജ്സ, റിജ്സ് എന്ന് പറഞ്ഞത് ഇമ്മ മജാസും ഫീഹി, അതിന്റെ ശേഷമുള്ളതിൽ മജാസായി പറഞ്ഞതാണ്. പിന്നെ അപ്പോ ഈ പറഞ്ഞ അർത്ഥത്തിനല്ല, നജസുൽ ഐന് എന്നുള്ള അർത്ഥത്തിനല്ല. അത് പിന്നെ മനുഷ്യന് വെറുക്കുന്ന വസ്തു എന്ന അർത്ഥത്തിനാണെന്ന് ഗർദി പറഞ്ഞു. വെറുക്കേണ്ടതാണ്, പിന്നെ അതാണ് മജാസ്. പിന്നെ ഇമ്മാ മജാസുൻ വൽജമ്മു ബൈനൽ ഹഖീഖത്തുൽ മജാസി. അപ്പൊ ഒരായത്തിൽ തന്നെ റിജ്സുൻ എന്ന് പറയുമ്പോഴേ ഒന്നിനെ കുറിച്ച് ഹഖീഖത്തുമാണ്, മറ്റേതിനെ കുറിച്ച് മജാസുമാണ്. ഇത് പറ്റുമെന്ന്. അതെ, അങ്ങനെ പറ്റും. ജായിസുൻ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹഖീഖീങ്ങളൊക്കെ പറഞ്ഞാൽ അത് പറ്റുന്നല്ലേ. വലംദിനായി അല്ല ജമ്മു ബൈനൽ ഹഖീഖത്തുൽ മജാസ് പാടില്ല എന്നതിന്റെ മേലെടുത്താല് ഓഹുവ മാ അലൈഹിൽ അക്സറൂൻ, അക്സറുൽ അയിമത്ത് അങ്ങനെ പാടില്ല എന്ന് പറയുന്നേരാ. ഹുമിൻ ഉമൂമിൽ മജാസി, അത് മജാസിനെ അമ്മാക്കിയതാണ്. ഉമൂമിൽ മജാസ് എന്ന് പറഞ്ഞാല് മജാസിന്റെ ഫർദില് അഫ്രാദുകളുടെ കൂട്ടത്തിൽ ഹഖീഖത്ത് പെടുന്ന രീതിയിൽ ഉപയോഗിക്കുക. ഹഖീഖിയായ ഒരർത്ഥം ഉണ്ടാവും, അപ്പൊ അതും കൂടി ഉൾപ്പെടുന്ന രീതിയിൽ. അപ്പൊ എന്തായി? റിജ്സ് എന്ന് പറഞ്ഞാൽ മുസ്തഖ്ദർ എന്നർത്ഥം അല്ലേ? അപ്പൊ ഏതും പെട്ടു. നമ്മൾ ഈ പറയുന്ന ഹഖീഖിയും അതിൽ പെട്ടു. പിന്നെ ഔ ഹഖീഖത്തുൻ അൽ എന്താണ്? ഇമ്മാ മജാസുൻ ഔ ഹഖീഖത്തുൻ എന്നാ. അല്ല ഹഖീഖത്താണ്. ഹഖീഖത്താവുമ്പോഴോ നേരത്തെ പറഞ്ഞ ഹഖീഖത്താണ്, ശേഷം പറഞ്ഞ ഹഖീഖത്താണ് എന്ന് പറഞ്ഞാൽ മുസ്തറക്കാണ് എന്നർത്ഥം. 2 ഹഖീഖത്താവുമ്പോൾ മുസ്തറക്കാവൂലേ? ലിഅന്നഹു യുത്ലഖു അയ്ലൻ അലാ മുത്ലഖിൽ മുസ്തഖ്ദരി. കാരണം എന്താണ്? ആ റിജ്സ് എന്നുള്ളത് യുത്ലഖു, അത് പറയപ്പെടും. അയ്ലൻ എന്ന് പറഞ്ഞാല് ഈ നജസിന് പറയും പോലെ അലാ മുത്ലഖിൽ മുസ്തഖ്ദരി. അപ്പൊ എന്തായി? അപ്പോ ഒന്ന് നേരത്തെ പറഞ്ഞ ശറയിൽ പറഞ്ഞ നിസ്കാരത്തിന്റെ സിഹത്ത് പോലത്തെ തടയുന്ന മുസ്തഖ്ദർ, പിന്നെ അതിന്റെ ശേഷം പറഞ്ഞ അൻസാബു അസ്ലാം, അത് മുത്തലക്ക് മുസ്തഖ്ദർ, വെറുക്കുന്ന വസ്തുക്കൾ, വെറുക്കേണ്ട വസ്തുക്കൾ എന്നിങ്ങനെയാക്കി. വസ്തിമാലുൽ മുസ്തറക്കി. അപ്പൊ ഇഷ്കാല് മുസ്തറക്കിനെ 2 മാനക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അതെ, ഇസ്തിമാലുൽ മുസ്തറക്കി ബി മആനീഹി, അതിന്റെ ഒന്നിലധികം മാനകൾ ഉപയോഗിക്കൽ ജായിസാണ്. ഇസ്തിഗ്നാ ബിൽ ഖരീനത്തി, ഖരീനത്തുള്ള നോക്കിയിട്ട് അതുകൊണ്ട് മതിയാക്കിയിട്ട്. കമാഫിൽ ആയത്തി, ആയത്തിൽ ഖരീനത്തുണ്ടല്ലോ. ഖരീനത്ത് എന്താ? ഖംറ് നജസാണ് എന്ന അർത്ഥത്തിനുള്ള റിജ്സിൽ മഷ്ഹൂറായി എന്നുള്ളതാണ് അതിന്റെ ഖരീനത്ത്. അതിന്റെ ശേഷമുള്ളതിലോ അത് നജസ് അല്ല എന്നുള്ള ഇജ്മാഉമാണ് എന്ന് ആശയക്കാർ പറഞ്ഞു. ഫന്ദ മാലി ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് ഹുനാ. പിന്നെ അപ്പൊ അത് പറ്റൂല എന്നോ മറ്റോ ആണ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് ഇത്റാദ് പറഞ്ഞത്. അത് പോയി. ഇനി വഫിൽ ഹദീദി കുല്ലു മുസ്കിരിൻ ഖംറുൻ എന്ന ഹദീസിലുമുണ്ട്. എന്ന ഹദീസിലുണ്ട് എന്ന് പറഞ്ഞാല് അപ്പോ ഖംറ് നൈസായ പോലെ എല്ലാ മുസ്കിറും നൈസാണ് എന്ന ഹദീസിന് അർത്ഥം കിട്ടുമോ? അതേ കള്ള ഹറാമായ പോലെ എല്ലാ മുസ്കിറും ഹറാമാന്ന അർത്ഥം കിട്ടുക? ഹറാമായതുകൊണ്ട് നൈസാകണമെന്നില്ലല്ലോ. അങ്ങനെ ആശയക്കാർ ഇത്രാൾ ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, അത് നൈസാന്ന് അല്ല ഹറാമാന്ന് കിട്ടുന്നതോടുകൂടെ തന്നെ നജസ് ഖംറിന്റെ ഒരു ഹുക്കുമാണല്ലോ, അതും കിട്ടാം. അപ്പൊ അതൊരു ഇഹ്തിമാല് ബഈദായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ലി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാഞ്ഞെന്ന് വെച്ചാൽ പോരെ. നേരത്തെ എന്താണ് ആയത്ത് പറഞ്ഞപ്പോ, തെളിവ് പറഞ്ഞപ്പോ എന്താണ്? ലി അന്നഹു തആല സമ്മാഹ എന്ന് പറഞ്ഞു. അതിന്റെ മേൽ അത്ഫ് ചെയ്ത് പറയാതെ ഫിൽ ഹദീസ് ഇങ്ങനെ ഒന്നുണ്ട്, അതാ നേരത്തെ പറഞ്ഞതിന് തയ്യീദാണെന്ന് വെച്ചാൽ മതി. ഖറജ ബിൽ മാഇ നഹുൽ ബഞ്ചി. ബഞ്ചി എന്ന് പറഞ്ഞാൽ ഉമ്മത്തും കായി എന്നറിയും അല്ലെ? ബഞ്ച് പല എന്താണ് അൻവാഴുണ്ട്. നമ്മളെ ഇതിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. ബഞ്ച് മിസ്രി, ബഞ്ച് അത് എന്തിനുപയോഗിക്കുന്നതാണ്? ഇപ്പൊ ഈ അനസ്തേഷ്യക്കൊക്കെ എന്താണ് അത് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ മരുന്നിൽ കൂട്ടുന്നുണ്ട് എന്നർത്ഥം. വല്ല ഹഷീഷി വല്ല അഫിയൂനി, അതിനൊക്കെ ഹഷീഷ് അഫിയൂൻ എന്ന് തന്നെ പറയാം. ജൗസത്തു തീബ്, ജൗസത്തു തീബ് എന്ന് പറഞ്ഞാൽ അടക്കയാണ്, അടക്ക. പിന്നെ കസീറിൽ അംബരി വസാഫറാൻ, അംബർ ജാഫറാന്റെ കസീർ. ഫഹാദിഹി കുല്ലുഹ മുസ്കിറത്തുൻ ലാക്കിന്നഹ ജാമിദത്തുൻ ഫകാനത്ത് താഹിറത്തൻ എന്ന് പറഞ്ഞു. ഇതെല്ലാം മുസ്കിറാണ്, പക്ഷെ ജാമിദായതുകൊണ്ട് താഹിറാണ്, നജസല്ല.
അപ്പൊ അതിന്റെ ഉപയോഗം പാടില്ല. പോക്കറ്റിലിട്ട് വേണേൽ നിസ്കരിക്കാം, കുഴപ്പമില്ല, കാരണം ദാഹിറായതുകൊണ്ടേ. പിന്നെ അപ്പോ ഇവിടെ കസീറുൽ അംബരി വൽ ജഅഫറാന്ന് പറഞ്ഞാൽ അതിന് മാത്രം കൈതാക്കി കസീർ. അപ്പൊ അതിന് മുമ്പുള്ളതൊക്കെ കലീലും ഹറാമാണെന്നല്ലേ വരിക, അല്ലേ? കലീലും ഹറാമാണെന്നാ വരിക. കലീലാണെങ്കിലും മുസ്കിറാണ്, അപ്പൊ കലീലും ഹറാമാണെന്നാ വരിക. അപ്പൊ ജൗസത്ത് തീബൊക്കെ വരും. അവിടെ ആശയക്കാർ പറയുന്നുണ്ട് ആ പറഞ്ഞതിലെല്ലാം എന്താണ്, കസീർ മാത്രമേ ഉള്ളൂ, കലീൽ എന്തില്ല. അത് ഇബ്നു ഹജർ റഹിമഹുള്ളാഹിന്റെ മറ്റു കിതാബുകളിൽ എന്ത് ഇബാറത്ത് തന്നെ ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, ഈ പറഞ്ഞതെല്ലാം ഇസ്കാര ഹഖീഖത്തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഹറാമാവൂ, ഇല്ലെങ്കിൽ ഹറാമാവൂല. പിന്നെ വൽ മുറാദ് ബിൽ ഇസ്കാരി ഹുന അല്ലദീ വഖഅ ഫീ ഇബാറത്തിൽ മുസന്നിഫി വഗൈരിഹി ഫീ നഹ്വിൽ ഹശീഷി. ഹശീഷ് പോലത്തേനെ കുറിച്ച് ഇസ്കാർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം മുസന്നിഫും പറഞ്ഞിട്ടുണ്ട്, മറ്റവരും പറഞ്ഞിട്ടുണ്ട്, മുജറദു തഗീബിൽ അഖലി, അഖലിനെ എന്താക്കുക, ഗായിബാക്കുക എന്നേ ഉള്ളൂ. അപ്പൊ മുഖദ്ദിറും ഇതിൽ പെടുന്നർത്ഥം. അതാ ഫലാ മുനാഫാത്ത ബൈനഹു വബൈന തഅബീരി ഗൈരിഹി ബിഅന്നഹാ മുഖദ്ദിറത്തുൻ. കണ്ടോ, മറ്റു പല അയിമത്തും ഈ സാധനത്തിനെ കുറിച്ച് മുഖദ്ദിറത്ത് എന്നാ പറഞ്ഞത്, മുസ്കിറത്ത് എന്നല്ല. ഇവിടെ മുസ്കിർ എന്നല്ലേ പറഞ്ഞേ. അപ്പൊ അതെന്താണ്, ഇസ്കാർ കൊണ്ട് ഉദ്ദേശം നേരത്തെ പറഞ്ഞ എന്താണ്, മുഖത്തില്ലിൽ അഖലി എന്ന് പറഞ്ഞില്ലേ, അതാണ്. അത് തന്നെ മുഖദ്ദിർ തഖ്ദീർ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, അഖലിനെ മൂടിക്കളയുക, മയക്കമുണ്ടാക്കുക എന്നത്. മയക്കുമരുന്നുകളാണല്ലോ ഇതെല്ലാം. പിന്നെ അപ്പൊ അഖല് ആ ബുദ്ധിക്ക് ഒരു പുക പോലെ ഇങ്ങനെ അങ്ങോട്ട് വ്യാപിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ആനന്ദം ഉണ്ടാവും, ഇസ്കാർ വരൂല. തഖ്ദീറിന് ഇസ്കാർ ലാസിമല്ല, അങ്ങനെയാണ്. ഖിലാഫൻ ലിമൻ വഹിമ ഫീഹി, അത് മുനാഫാത്ത് ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചവർക്കെതിരായിട്ട്. വമാദക്കർതുഹു ബിൽ ജൗസത്തി, ജൗസത്തു തീബ് അടക്കയെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ അന്നഹ മുസ്കിറത്തും ബിൽ മഅനൽ മദ്കൂരി, ഇപ്പറഞ്ഞ അർത്ഥത്തിന് മുസ്കിറാണ്. ഏത് തഗീബുൽ അഖ്ലി എന്നുള്ള അർത്ഥത്തിന്. വഅന്നഹ ഹറാമുൻ, അത് ഹറാമുമാണ് എന്നിപ്പോ ഞാൻ പറഞ്ഞല്ലോ. ഹറാമാന്ന് പറഞ്ഞത് അത് എന്താണ്, കുല്ലുഹ മുസ്കിറത്തുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമാന്ന് കിട്ടിയല്ലോ. അപ്പൊ അങ്ങനെ ബിൽമാനൽ മദ്കൂരി വഅന്നഹ ഹറാമുൻ സ്വറഹ ബിഹിൽ അയിമ്മത്തുൽ മദാഹിബി സലാസത്തി, 3 മദ്ഹബിന്റെ അയിമ്മത്ത്. അത് ഹനഫിയത്ത് ഒഴിച്ച്. സാധാരണ അയിമ്മത്തു സലാസത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ മദ്ഹബ് ഒഴിച്ച് മറ്റു 3 മദ്ഹബ്. പക്ഷെ ഇവിടെ അങ്ങനല്ല. കാരണം അതിന്റെ തൊട്ട് ശേഷം പറയുന്നത് വഖ്തലാഹു കലാമുൽ ഹനഫിയ്യത്തി എന്നാണ്. മറ്റേ തസ്രീഹാണ്, ഇത് ഇഖ്തിലാ ആണ്, മുഖ്തലയാണ്. അപ്പൊ അങ്ങനെ വലാ യരിദു അലൽ മത്തിനി ജാമിദുൽ ഖംരി. എന്നാൽ ഖംർ എന്ത് ചെയ്തു, ജാമിദായി, ഇരുന്ന് ഉറച്ചു നിൽക്കുക. ഈ കഞ്ഞിവെള്ളമൊക്കെ ഇരുന്നാൽ ഉറക്കുമല്ലോ, വെളിച്ചെണ്ണയൊക്കെ തണുപ്പ് സമയത്ത് ഉറച്ചു പോകും എന്ന പോലെ ഖംർ ഇരുന്ന് ഉറച്ചു നിൽക്കുക. അപ്പൊ ഇത് ഇത്രാളായി വരുമോ, ഇത് നജസല്ലാന്ന് വരുമോ? ദുർദിയുഹു എന്ന് പറഞ്ഞാൽ ഖംറിന്റെ എന്ത്, അടിമട്ട് എന്നാ. അടിമട്ട് അതിങ്ങനെ കുറെ ഇരുന്നാൽ അടിക്കിങ്ങനെ എന്താണ് അടിഞ്ഞു കൂടുമല്ലോ. അതും ലാ ദാഇബ് വലാ ദാഇബു നഹവി ഹഷീഷിൻ, ഹഷീഷ് പോലത്തത് ഉരുകിയതും, ഹഷീഷ് പോലത്തെ എന്താണ് ഉരുകി വെള്ളമായി, അതും ഇത്രാളായി വരൂല. ലം തസ്റിഫി ശിദ്ദത്തും മുത്തരിബത്തുൻ, അതിൽ ശിദ്ദത്തും മുത്തരിബത്തില്ല. അപ്പൊ ഹഷീഷ് പോലത്തത് എന്താണ്, നജസ് അല്ല എന്നാണ്, മറ്റേ നജസ് ആണ് എന്നാ. പക്ഷെ ഇവിടെ എന്താണ്, കുല്ലു മുസ്കിരിൻ മാഇൻ എന്ന് പറയുമ്പോ ഈ ദാഇബുൽ ഹഷീഷ് എന്താണെന്ന് വരും, നജസ് ആണെന്ന് വരും. മറ്റേ 2 നജസ് അല്ലാന്ന് വരൂലേ എന്ന ഇത്രാള് വരുവോന്നാ. അതില്ല. നളറൻ ലി അസ്ലിഹിമാ, കാരണം എന്താ, അത് 2ന്റെ അസ്ലു വെള്ള നോക്കിയിട്ട്. അപ്പൊ അത് ഖംറാണല്ലോ അസ്ല്, അത് ജാമിദായാലും ഇല്ലെങ്കിലും എന്തെന്നെ ഖംർ എന്നുള്ളതിലേ നോക്കുള്ളൂ. ഹഷീഷ് ആണല്ലോ. അപ്പൊ അത് ആ ഹഷീഷ് എന്നതിലേക്കേ നോക്കുള്ളൂ, അതിന്റെ അസ്ലേ നോക്കുള്ളൂ. അപ്പൊ ഇത്രാള് വരൂലെന്ന് പറഞ്ഞു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.